തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പരിശോധന ഉൾപ്പെടെ ശക്തമാക്കി. തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും പ്രവർത്തനം ആരംഭിച്ചു. കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പരിശോധന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കമ്മീഷൻ ശക്തമാക്കി. കരുനാഗപ്പള്ളി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി. കണക്കിൽപ്പെടാത്ത പണം, ആയുധങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നത് കർശനമായി നിരീക്ഷിക്കും. രേഖകളിലെത്ത പണം ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്യും. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതായി കരുനാഗപ്പള്ളി എല്ലാർ തഹസിൽദാർ KG മോഹൻ പറഞ്ഞു. സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് 9/4/2026 നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം പല സമയത്തായി ജില്ലയിൽ സംഘടിപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, വോട്ടർമാരുടെ വോട്ടേഴ്സ് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ELC ക്ലബ്ബുകളും ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മാതൃകാ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് SST, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവൈലൻസ് ടീം, FST ഫ്ലൈയിങ് സ്ക്വാഡ്, വീഡിയോ സർവൈലൻസ് ടീം, വീഡിയോ വീവിംഗ് ടീം, ഇത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതോടൊപ്പം തന്നെ ഓരോ പോയിന്റുകളിലും ഈ ടീമുകൾ നിലവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇവരുടെ എല്ലാം മേൽനോട്ടം ജില്ലാ ഭരണകൂടത്തിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും അതോടൊപ്പം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി ഒബ്സർവറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ഫീൽഡിൽ വിന്യസിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അതേപടി പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചവറ.